നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെനിക്ക് മാപ്പ് തരണം. ഗോമതി, നിന്റെ അമ്മേ, ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയത് നീ കുട്ടിയെ മോഷ്ടിച്ചോണ്ട് പോയതിനല്ല. പിന്നെ കുറ്റബോധം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നീ ഇവിടെ കാല് പിടിക്കാൻ തുനിഞ്ഞതിന്. ഇവള് നിന്നെ ചേച്ചിന്നല്ലടി വിളിക്കുന്നത്. എന്ത് ലാഭത്തിന് വേണ്ടിയായാലും നീ ഇവളുടെ കാല് പിടിച്ച് ഇവൾക്ക് ദോഷം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? അമ്മേ, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്ന് പോയി ശ്വാസം കിട്ടാതെ നീ മരിച്ചു പോയാലോ? എന്തായാലും നിന്നെ പെട്ടെന്ന് കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. നീ എന്താടി പറഞ്ഞ്? ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയാണ് നീ ഇതൊക്കെ കാണിച്ചതെന്ന് അല്ലേ? സ്നേഹത്തിന് വേണ്ടി ഇതാണോടി കാണിക്കുന്നത്? ഒരബദ്ധം പറ്റിപ്പോയമ്മേ. ഇതിന്റെ പേര് അബദ്ധം എന്നാ? അല്ല, നല്ല ഉള്ളിത്തരവാ. ആ, സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടോ? എന്ത് ശിക്ഷ ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാ. നീ സന്തോഷിച്ചാലേ ഇല്ലെങ്കിൽ നിനക്ക് തരാനുള്ളത് ഞാൻ തരും. മൂക്കിക്കൊണ്ട് നിൽക്കാതെ പോയി ചായ ഇട്ടോണ്ട് വാടി. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ചായ വേണം. ഇനി ഇതിന്റെ പേരിൽ ഒരു വിധിയും വിചാരണയൊന്നും വേണ്ട. അവൾ ഇങ്ങനെയൊക്കെ ആകാൻ കാരണമേ നീയാ. ഞാനോ? സംശയം എന്താ? എടി, നീ നന്നാവണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്നായിക്കോ, പക്ഷേ അത് മറ്റുള്ളവരുടെ ചങ്കു കുത്തിപ്പറിച്ചുകൊണ്ടാവരുത്. പുതിയ വഴിയിലൂടെ നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ ഒപ്പം ചേർത്ത് നടക്കണം. അല്ലാതെ അവരെ പിന്നിൽ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് തനിയെ പോകരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ പറഞ്ഞ ആത്മജയെ പഴയ പോലെ വരുതിയിൽ നിർത്തണം അല്ലേ? തപോവന തൈലപ്പായസം, 11 തരം കാട്ടുപച്ചമരുന്നുകളും 21 തരം മന്ത്രവാദ പൊടികളും ചേർത്ത് ശുദ്ധമായ ശർക്കരയിൽ നീറ്റിയെടുക്കുന്ന പായസം. അത് കഴിക്കുന്നതോടെ അകന്നുപോയ ബന്ധം അതിന്റെ 100 ഇരട്ടി ശക്തിയോടെ മടങ്ങിയെത്തും. ഇത് ഉള്ളിൽ ചെല്ലുന്ന ആൾ ഗോമതി പറഞ്ഞാൽ പിന്നെ എന്തും അനുസരിക്കും. ശരിക്കും പറഞ്ഞാൽ ഗോമതിയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമായിരിക്കും പിന്നെ ഈ ആത്മജ. ഗോമതി വരച്ച വരയിൽ പഞ്ചപുച്ഛ മടക്കി വന്നു നിൽക്കും ഇത് കഴിക്കുന്ന ആരും. ഞാനിത് എങ്ങനെ ആമിമോളെ കൊണ്ടൊന്ന് കഴിപ്പിക്കും? പണ്ടത്തെ പോലൊരു ധാരണ ഇപ്പോൾ ഞങ്ങൾ തമ്മിലില്ലല്ലോ. എന്നാലും ഞാനിത് കൊണ്ട് കൊടുത്താൽ ആമിമോളെ സംശയിച്ചാലോ? എന്തു പറഞ്ഞ് ഞാനിത് കൊടുക്കും? എന്തായാലും കൊടുത്തല്ലേ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. വഴിയുണ്ടാക്കാം. എന്താ പരശുമാമ? അത് ഗോമതി എന്നെ ഇങ്ങനെ മാമാ മാമാന്ന് വിളിക്കുമ്പോ എനിക്ക് ഏതാണ്ട പോലെ തോന്നുന്നു. എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല കൊച്ചേ. പിന്നെ സ്വയം ബ്രഹ്മചര്യം സ്വീകരിച്ചുകൊണ്ട് ഫാഷനും മേക്കപ്പും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പ്രായം മറച്ചു വെക്കാൻ ഡൈ ചെയ്യാനും ഓപ്പറേഷൻ നടത്താനൊന്നും ഞാൻ സിനിമാ നടനൊന്നും അല്ലല്ലോ. ഗോമതി കൊച്ചെന്നെ പരച്ചുവേട്ടാന്ന് വിളിച്ചാ മതി. അതാ അതിന്റെ ഒരു സുഖം. അത്രയ്ക്ക് അങ്ങോട്ട് സുഖമൊന്നും വേണ്ട മാമ. വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാനൊരു സന്യാസി, ഗോമതിയാണെങ്കിൽ അവിവാഹിതയായ ഒരു കന്യക. അതിന് എന്നാലും ഒരു നിമിഷം ഞാൻ പരാശര മുനിയെ ഓർത്തുപോയി. വിശാലമായ തടാകത്തിന്റെ നടുവിൽ മഞ്ഞുകൊണ്ട് മറതീർത്ത്
സുന്ദരിയായ മത്സ്യകന്യയെ സ്നേഹിച്ച പരാശര മുനിയെ. ഞാനും ഓർത്തുപോയി. പരാശര മുനിയാണോ? അല്ല, ഭദ്രകാളിയെ. ദാരുകന്റെ ശിരസർത്ത് കയ്യിൽ പിടിച്ച് കണ്ണും നാവും തള്ളിപ്പിടിച്ച് വാളും ചിലമ്പുമായി ചുടുചോരയ്ക്ക് നടുവിൽ നിന്ന് നൃത്തം ചെയ്യുന്ന സാക്ഷാൽ ഭദ്രകാളിയെ. വെള്ളം എന്തോന്ന്? ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ. എന്നിട്ട് എടുക്കുന്നില്ലേ? എടുത്തോളാം. എന്നാ എടുത്തോണ്ട് പോ. വല്ലാത്ത അസുഖം തന്നെ അല്ലേ മാമ? എന്താടി അവൻ എന്നോട് എന്താ പറഞ്ഞേ? അയ്യോ, എന്നോടൊന്നും പറഞ്ഞില്ലേ. മാമ വെള്ളം എടുക്കാൻ വന്നതാ. എന്നിട്ട് നീ വെള്ളം എടുത്തു ഞാൻ കൊടുത്തില്ല, എടുത്തോണ്ട് പോയി. നിന്റെ പണിയൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് കുറുകുന്നത്? അല്ല മേത്തിരി, പാത്രം കൂടെ കഴുകാനുണ്ട്. പാത്രമൊക്കെ നാളെ കഴിയാ മതി. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അയ്യോ വേണ്ടമ്മേ, കാലത്ത് ഇതെല്ലാം കൂടെ കരിഞ്ഞുണങ്ങി കിടക്കും. അതുകൂടെ കഴുകി വെച്ചിട്ട് ഞാൻ പോയി കിടന്നോളാം. ഇന്നെന്താടി പതിവില്ലാത്തൊരു ആത്മാർത്ഥത? ഓ, മനുഷ്യൻ നന്നാവാനും സമ്മതിക്കില്ലല്ലേ? ഓ, നീയൊന്ന് നന്നായി കണ്ടാ മതി എനിക്ക്. ഓ ഈശ്വര, ഇന്നിവിടെ ഭയങ്കര ട്രാഫിക് ജാം ആണല്ലോ. ഓ ഈശ്വര, ഞാൻ ഇതെങ്ങനെ ആമിമോക്കൊന്ന് കൊടുക്കും? എന്തായാലും പോയി നോക്കാം. ഓ ഈശ്വര, തേടിയ വള്ളി കാലു ചുറ്റി. ഓപ്പറേഷൻ സക്സസ്. അമ്മിമോളെ, മോൾക്ക് വേണ്ടി ഞാൻ എന്താ ഉണ്ടാക്കിക്കുന്നു നോക്കി. പായസം, നല്ല ഒന്നോന്തരമായിട്ട് പായസം. പായസോ? ഈ നേരത്തെന്താ പായസം? പായസത്തിന് അങ്ങനെ നേരവും കാലവും ഉണ്ടോ മോളെ? മോൾക്ക് വേണ്ടി ഒരു പായസം ഉണ്ടാക്കണമെന്ന് തോന്നി, ഞാനത് ഉണ്ടാക്കി. ദേ കഴിച്ചു നോക്ക്, നല്ല സൂപ്പർ പായസമാ. ആഹാ, അത് കൊള്ളാലോ. പാത്രം കഴുകാൻ പോയി നീ ഇവിടെ വന്ന് ചുറ്റുവാ. അവിടെ ഇവിടെയൊക്കെ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാൻ നീ ആരാടി, കുമ്പിടിയോ? അയ്യോ അമ്മ, ഞാൻ അമ്മിമോളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇതുവരെ അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴെന്താ പെട്ടെന്നൊരു വിശേഷം? അല്ല, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? കുഞ്ഞിന്റെ കാര്യം അതിന്റെ അച്ഛനും അമ്മയും നോക്കിക്കോളും. നീ ചെന്നാ പണി തീർത്ത് വെച്ചിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതും പറഞ്ഞ് രാത്രി മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കാതിരിക്കാനല്ലേ? ഈശ്വര, അതിനും കണക്കായോ? ഞാനങ്ങ് പോയേക്കാമേ. ഓ, ഇങ്ങനൊരു കുരുട്ടുബുദ്ധിക്കാരി. എന്റെ കണ്ണ് തെറ്റിയ നേരം നോക്കി അവളെ ഇറങ്ങിയിരിക്കുക. ഇവളുടെ പൊട്ടത്തരത്തിന് നിന്ന് കൊടുക്കാൻ നിനക്ക് വേറെ ഒരു പണിയില്ലേ ആമി? പോയി കിടന്നുറങ്ങാൻ നോക്കണേ. ഇനി ഞാനിവിടെ നിന്നാലേ കുഴപ്പ. അടുത്ത റൗണ്ട് അന്വേഷണത്തിന് വരുമ്പോ മോളുടെ മുത്തശ്ശി എന്നെ കണ്ടാൽ എന്റെ കഴുത്തിന് മേൽ തല കാണില്ല. മോളെ, വേഗം ഈ പായസം കുടിച്ചേ.